ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. ഈ വീഡിയോ കാണുമ്പോൾ ഏകദേശം +2 റിസൾട്ട് വന്ന് ഒരാഴ്ചയിലധികം സമയം ആയിട്ടുണ്ടാകും. ഇപ്പോഴും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ പിന്നീടുള്ള കരിയറിന്, അഡ്മിഷന്, അതുമല്ല എങ്കിൽ ഒരു ജോബാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ പോലും പ്രതികൂലമായിട്ട് ബാധിക്കും. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ്? +2 റിസൾട്ട് വന്നു, നിങ്ങൾക്ക് ഒരുപക്ഷെ മാർക്ക് കുറവായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും മാർക്ക് കൂടുതലായി കിട്ടിയിട്ടുണ്ടാകും. ഇനി ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ഈ പരീക്ഷയിൽ ഏതെങ്കിലും വിഷയത്തിന് തോറ്റിട്ടുണ്ട്, അല്ലെങ്കിൽ എലിജിബിൾ അല്ലാത്തവരുണ്ട് എങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം പിന്നീട് ചിന്തിക്കാം. 20-ാം തീയതി നടക്കുന്ന പരീക്ഷ മാക്സിമം ഫോക്കസ് ചെയ്ത് പഠിച്ചോ. ഒരു സബ്ജക്റ്റൊക്കെ പോകുന്നവർക്ക് ഈസി ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ എഴുതിയെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. സോ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തോ, ബാക്കി കാണണ്ട. അപ്പോൾ മറ്റുള്ള കാര്യത്തിലേക്ക് വരാം. ഇനി നിങ്ങൾ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് ഏതാണ്, വിഷയം ഏതാണ് എന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക. ഒരുപാട് പേർക്ക് പറ്റുന്നൊരു പ്രശ്നം എന്താണെന്ന് അറിയോ? ഏതെങ്കിലും ഒരു കോളേജ് അവർ ഫോക്കസ് ചെയ്യും. ആ കോളേജിൽ എന്തെങ്കിലും ഒരു വിഷയം പഠിച്ചാൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് +2 കഴിഞ്ഞാൽ എല്ലാവരും പോകുന്നത്. അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് അവിടെ പോകുന്നു, ഞാനും അവിടെ പോയി പഠിക്കാം എന്നൊരു മൈൻഡ് സെറ്റാണ്. മക്കളെ, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഏതാണ് എന്ന് സ്വയം മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഗൈഡൻസ് എടുത്തുകൊണ്ട് തീർച്ചയായിട്ടും ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു ഡിഗ്രി കോഴ്സ് ആവാം, അതല്ല എങ്കിൽ LPSുമായി ബന്ധപ്പെട്ട ഒരു പാരാമെഡിക്കൽ നഴ്സിംഗ് കോഴ്സോ ആവാം, അതല്ല എങ്കിൽ ന്യൂജനായിട്ട് ഒരുപാട് കോഴ്സ് ഉണ്ട്, BSc, BTech, BBA, BCA, അതല്ലാതെ ഒരുപാട് ഓപ്ഷൻസ്. ഓക്കെ, ഇതിലേതാണ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ലോക്ക് ചെയ്യുക. എന്നിട്ടാണ് അടുത്ത സ്റ്റെപ്പ് വരുന്നത്. ഈ ഓപ്ഷൻ നമ്മുടെ കേരളത്തിൽ, ഇപ്പോൾ ഒന്ന് കേരളത്തിനകത്താണോ പുറത്താണോ പഠിക്കുന്നതെന്ന് തീരുമാനിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ലൊക്കേഷനിൽ ഈ കോഴ്സ് ഓപ്ഷനുള്ള ഏറ്റവും ബെസ്റ്റ് കോളേജ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഉള്ള കോളേജുകളെ തന്നെ ഫിൽട്ടർ ചെയ്ത് 1, 4, 5 ആക്കുക. അതിൽ തന്നെ ഒരുപാട് നമുക്ക് ഒന്നെങ്കിൽ ക്യാമ്പസ് വിസിറ്റ് ചെയ്യാം, അവിടെ പഠിക്കുന്നവരോട് ചോദിക്കാം. അങ്ങനെ ഉള്ള ആ ഒരു ഫിൽട്രേഷൻ പ്രൊസീജിയർ കഴിഞ്ഞ് ബെസ്റ്റ് കോളേജുകൾ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഓൺലൈൻ ആപ്ലിക്കേഷനൊക്കെ കൊടുക്കുന്നവരാണെങ്കിൽ ആ ടോപ്പ് 5 ബെസ്റ്റ് കോളേജ് തന്നെ നിങ്ങൾ കണ്ടെത്തിയ റാങ്കിനനുസരിച്ച് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാം ഫോർ UG ആപ്ലിക്കേഷൻ, UG അഡ്മിഷൻ. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം, ഒന്ന് കോഴ്സ് ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്, മറ്റൊന്ന് അവിടുത്തെ പ്രിഫേർഡ് ലൊക്കേഷൻ ഫിക്സ് ചെയ്തിട്ട് അവിടുത്തെ കോളേജുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ +2 കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ 1 അവിടുത്തെ റാങ്കിങ്, 2 അവിടുത്തെ പ്ലേസ്മെന്റ്സ്, 3 അവിടെ പഠിച്ചിറങ്ങിയ അലുമിനീസ്, ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ടേ നിങ്ങൾ പോയി ചേരാവൂ, ഏത് കോളേജ് ആണെങ്കിൽ. ഓക്കെ, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മൂന്നാമത്തെ കാര്യം, ഈ പറയുന്ന ഡോക്യുമെന്റ്സ് എല്ലാം സെറ്റാക്കി വെക്കുക. പിന്നീട് ഒരു റഷ് ഉണ്ടാവരുത്. കാരണം പല യൂണിവേഴ്സിറ്റികളും ഓൾറെഡി വിളിച്ചിട്ടുണ്ട്. ചിലപ്പോൾ വില്ലേജ് ഓഫീസിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ളത്, ഇൻകം കിട്ടാനുള്ളത്. 10ാം ക്ലാസ്സിലായിരിക്കും നിങ്ങൾ അവസാനം കാസ്റ്റ് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക. അതൊന്നും ഇപ്പോൾ വാലിഡ് അല്ല. സോ കൃത്യമായിട്ട് നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ്. അപ്പം ആ ഡോക്യുമെന്റ്സ് എല്ലാം കരുതി വെക്കുക എന്നുള്ളതാണ്. ദെൻ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഫീ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലോ അല്ലാതെ കോളേജിലോ ഡയറക്റ്റ് അഡ്മിഷനോ പ്രീ ബുക്കിങ്ങിനോ ഒക്കെ ചെയ്യുന്നുണ്ട്, അഡ്മിഷന് വേണ്ടി പൈസ അടയ്ക്കുന്നുണ്ട് എങ്കിൽ അതെന്ത് ചെയ്യുക? സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതാണ്. പിന്നീട് അതിലൊരു മിസ്മാച്ച് വരരുത്. പിന്നെ ഗ്രേസ് മാർക്കിന്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം കീപ്പ് ചെയ്യുക. നമ്മൾ സർട്ടിഫിക്കറ്റ്സിന്റെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്തു. ഒരു പക്ഷേ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ യു ആർ ഡൺ ഗൈസ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.